Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതം ആത്മീയ അന്തരീക്ഷത്തിലൂടെ ഉയർത്തിയെടുക്കുവാൻ കഴിയും. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ ജീവിതം മുഴുവൻ മാറും. How to grow in Christ. ക്രിസ്തുവിൽ എങ്ങനെ നിങ്ങൾക്ക് വളരുവാൻ കഴിയും? ലോകത്തിലെല്ലാവരുടെയും ആഗ്രഹമാണ് വളർച്ച. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളരുന്നത് മാതാപിതാക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ ഫലമുള്ള ഒരു ഉണ്ടാകുന്ന ചെടി ഞാൻ നട്ടു. ഞാൻ ഈ മലയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ മിക്കവാറും ആ ചെടിയുടെ അടുത്ത് ചെന്ന് ഫലമുണ്ടായോ എന്ന് നോക്കും. അത് നമ്മൾ നട്ടതായതുകൊണ്ട് അതിൻ്റെ വളർച്ച നമ്മൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നു. വളരെ സന്തോഷം. വീണ്ടും ഞാൻ അതിൻ്റെ തണ്ടുകളും ഇലകളും ഒക്കെ പൊക്കി നോക്കി, ഫ്രൂട്ടുണ്ടോ? വീണ്ടും ഒരു ഫ്രൂട്ടോടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. വളരുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല, വളർത്തുക എന്നുള്ളതും ചെറിയ കാര്യമല്ല. ഇന്ന് ലോകത്തിൽ അനേകരും മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കത്തില്ല, സ്വയം വളരാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഹൗ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എങ്ങനെ വളരുവാൻ കഴിയും? നമ്പർ 1, ഗോ ടു ചർച്ച്. നിങ്ങൾക്ക് അനുയോജ്യമായ ആത്മീകമായ ഒരു ചർച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അവിടെ കേൾക്കുന്ന വചനങ്ങൾ, വർഷിപ്പ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ എങ്ങും ഒരു ആരാധനയ്ക്ക് പോകാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയുകയില്ല. ഗോ ടു ചർച്ച്. ഒരു വലിയ ഡിസിഷൻ എടുക്കുക. നമ്പർ 2, ജി, ഗോ ടു ചർച്ച്. ആർ, ഗ്രോത്ത് എന്നുള്ളതിൻ്റെ ആർ, റീഡ് യുവർ ബൈബിൾ. നിങ്ങൾ ചർച്ചിൽ പോകണം, ബൈബിൾ വായിക്കണം. ഒബേ ഗോഡ്സ് കമാൻഡ്. ദൈവത്തിൻ്റെ വാക്കുകൾ, കൽപ്പനകൾ അനുസരിക്കുക. ഈ വചനം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു, വായിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അതനുസരിപ്പാൻ പലർക്കും പറ്റിയിട്ടില്ല. ഈ വചനം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നു, വായു കൊണ്ട് ഏറ്റുപറയുന്നു, സ്നാനപ്പെടുന്നു, അനുസരിക്കണം. നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ വാഞ്ച വേണം. വിശുദ്ധിയുള്ള ജീവിതത്തിനുള്ള താല്പര്യം നമുക്ക് ആവശ്യമാണ്. നമ്പർ 4, ഗ്രോ എന്നുള്ളതിൻ്റെ W, വർഷിപ്പ് ഗോഡ് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ സ്വയം വർഷിപ്പ് ചെയ്യണം. ഹല്ലേലൂയ ഗാനങ്ങൾ പാടി, പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനെ 2 കരങ്ങളും ഉയർത്തി പാടി ആരാധിക്കണം. എന്നിട്ട് നാം ചെയ്യേണ്ടത് താങ്ക് ഗോഡ് എവറി ഡേ. എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും ദൈവത്തിന് നന്ദി പറയണം. ഹംബിൾ യുവർ സെൽഫ് ഇൻ ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം വിധേയപ്പെട്ട് താഴ്മ ധരിച്ച് മുന്നോട്ട് പോകുന്നവരായിത്തീരണം. അങ്ങനെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഹൗ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എങ്ങനെ വളരാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിൽ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് ഹംബിൾനെസ്. നാം ദൈവസന്നിധിയിൽ താഴണം. ഇതെല്ലാം യേശു കർത്താവ് നമുക്ക് തന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ, വിദ്യ കൊണ്ടോ, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് കൊണ്ടോ, പ്രസംഗത്തിൻ്റെ ശൈലി കൊണ്ടോ ഒന്നും കിട്ടുന്നതല്ലിത്. ഇത് നമുക്ക് ലഭ്യമായി തീരുന്നത് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ
യാഗമായി തീർന്നതുകൊണ്ടാണ് ഈ നന്മകളെല്ലാം നമുക്ക് വേണ്ടി ലഭ്യമായി തീരുന്നത്. നാം പുകഴാതെ, സ്വയം പ്രശംസിക്കാതെ, നാം നമ്മളെ തന്നെ ഉയർത്തി പറയാതെ, ഹമ്പിളാക്കി ജീവിപ്പാൻ, ക്രിസ്തുവിൽ വളരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ആമേൻ. നാം പലപ്പോഴും എന്തെങ്കിലും ഒരു നന്മ കിട്ടുമ്പോൾ സ്വയം പുകഴുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇതല്ല നമുക്ക് വേണ്ടിയത്, ഇതെല്ലാം ദൈവം തന്നതാണ്. ആമേൻ. കഴിഞ്ഞ 42 വർഷം കൊണ്ട് ഈ യേശുവിനെ പ്രസംഗിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങളും നിന്ദകളും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തെല്ലാം കർത്താവിനോട് ചേർന്നിരിപ്പാൻ ഇടയായിട്ടുണ്ട്. കൂടെ നിന്നവരെല്ലാം മാറിപ്പോയെന്ന് വരാം, കൈവിട്ടെന്ന് വരാം, സഹായിച്ചവർ നമ്മളെ തള്ളിപ്പറഞ്ഞെന്ന് വരാം. ഇതെല്ലാം വരാം. പക്ഷേ നാം ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കണം. ഭക്തിയോടെ മുറുകെ പിടിച്ച് നാം ചേർന്ന് നിൽക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒറ്റപ്പെടുത്തലുകളിലായിട്ടുണ്ടെങ്കിൽ, റിജക്ഷനിലും ആക്ഷേപങ്ങളിലും കൂടെ കടന്നു പോകുന്നെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്രിസ്തുവിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനെ പിടിക്കണ്ട, ഒരു മനുഷ്യനിൽ ആശ്രയിക്കണ്ട. കർത്താവ് വിജയം പ്രാപിച്ചത് പ്രാർത്ഥനയിലൂടെയും തൻ്റെ ജീവിതത്തിൽ പിതാവ് പറഞ്ഞ ആ കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ച് പോയപ്പോഴാണ് അതെല്ലാം തനിക്ക് വിജയമായി മാറിയത്. നമ്മൾ വിജയത്തിന് മറ്റൊരു മറുവഴി നോക്കരുത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹൗ ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എങ്ങനെ വളരാം, അതിന് തക്കവണ്ണം നാം രൂപാന്തരപ്പെടുക. ഗോഡ് ബ്ലസ് യു. കർത്താവേ, ഈ കേൾക്കുന്ന മക്കളെ അങ്ങ് ബ്ലസ് ചെയ്യണം, അവരെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ കരം അവരുടെ മേൽ നീട്ടണമേ. അങ്ങ് അത്ഭുതം ചെയ്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ വളരാൻ പോവുക. ഈ വർഷം ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ പോകുന്നു. ലവ് യു. ഗോഡ് ബ്ലസ് യു.